തിരുവനന്തപുരം നഗരസഭയുടെ ഭരണചക്രം ബി.ജെ.പി. ഏറ്റെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു. നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി ഈ മാസം 23-ന് എത്തുമെന്ന് വിവരം. ഇത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പി. തുടങ്ങി. കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ നഗരവികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദി നേരിട്ടെത്തുന്നത്. നഗരസഭാ ഭരണം കിട്ടിയതിനു ശേഷമുള്ള നഗരത്തിന്റെ സമഗ്രമായ വികസന രേഖാ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തും. നഗരത്തിന്റെ മുഖഛായ മാറ്റാനുതകുന്ന വികസന രേഖയായിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് പിന്നാലെ ജനുവരി 28-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നീണ്ടുപോകും എന്നതിനാലാണ് 23-ന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി.ജെ.പിയുടെ മിഷൻ 2026 പദ്ധതിയും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചേക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് ലഭിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനം പാലിച്ചുകൊണ്ടാണ് വികസന രേഖാ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലോ പുത്തരിക്കണ്ടം മൈതാനത്തോ ആയിരിക്കും ചടങ്ങ് സംഘടിപ്പിക്കുകയെന്നാണ് നിലവിലുള്ള വിവരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നു. നഗരസഭാ ഭരണത്തിലൂടെ തലസ്ഥാനത്ത് നേടിയ ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനുള്ള ബി.ജെ.പിയുടെ തന്ത്രപ്രധാനമായ നീക്കം കൂടിയാണ് ഈ സന്ദർശനം. അതേസമയം വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിണറായി വിജയന് ഇറങ്ങിപ്പോകാൻ സമയമായെന്നും ശബരിമലയിൽ സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി.ജെ.പി. ജനപ്രതിനിധികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ്.ഡി.പി.ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികൾ പ്രവർത്തിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമലയിൽ സ്വതന്ത്രാന്വേഷണം നടത്തിയില്ലെങ്കിൽ ബി.ജെ.പി. വൻ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. പി.എഫ്.ഐ, എസ്.ഡി.പി.ഐ, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരു മുന്നണികളും പ്രവർത്തിക്കുന്നത്. ഇവരുടെ വിഭജന രാഷ്ട്രീയത്തിന് നിന്ന് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ബി.ജെ.പിക്ക് മാത്രമാണ്. പിണറായി വിജയൻ മുനമ്പത്തെ വകഭൂമി വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എല്ലാവർക്കും നീതി എന്നതാണ് ബി.ജെ.പിയുടെ രീതി. ആരോടും പ്രീണനമില്ല. ശബരിമലയുടെ സ്വത്ത് സുരക്ഷിതമല്ലാതായി, അമിത്ഷാ പറഞ്ഞു.